ഓം ശ്രീ ഗുരുഭ്യോ നമ. ജ്യോതികമ ചാനലിലേക്ക് ഏവർക്കും സ്വാഗതം. ഇന്ന് ഞാൻ ചർച്ച ചെയ്യുന്ന 2026 ഏപ്രിൽ മാസഫലം ധനു കൂറുകാർക്കും ധനു ലഗ്നക്കാർക്കും എങ്ങനെയാകും എന്നുള്ളതിനെ പറ്റിയാണ്. അതായത് മൂലം, പൂരാടം, ഉത്രാട നക്ഷത്രത്തിൻ്റെ ആദ്യപാദത്തിൽ പെടുന്നവർക്ക് ഏപ്രിൽ മാസം എങ്ങനെയാകും. അപ്പോൾ ഏപ്രിൽ മാസത്തെ ഫലം പറയുന്നതിന് മുമ്പ് ഈ ധനുക്കൂറുകാർക്കും ധനു ലഗ്നക്കാർക്കും ഏപ്രിൽ മാസത്തെ ഗ്രഹസ്ഥിതി എങ്ങനെയെന്ന് നോക്കാം. ഇപ്പോൾ ധനുക്കൂറ് ധനു ലഗ്നം എന്ന് പറയുമ്പോൾ ജന്മലഗ്ന രാശ്യാധിപൻ ഗുരുവാണ്. ആ ഗുരു ഇപ്പോൾ 7-ൽ സഞ്ചരിക്കുന്നു. ആ ഗുരു ജന്മരാശിയിൽ ദൃഷ്ടി ചെയ്യുന്ന സമയമാണ്. സൂര്യൻ ഏപ്രിൽ 14-ന് 4-ൽ നിന്നും 5-ൽ ഉച്ചരാശിയിലേക്ക് രാശി മാറുന്നു. ചൊവ്വ ഏപ്രിൽ 2-ന് 4-ലേക്ക് മാറുന്നു. ബുധൻ ഏപ്രിൽ 11-ന് 4-ലേക്ക് നീചരാശിയിലേക്ക് മാറുന്നു. ശുക്രൻ ഏപ്രിൽ 19-ന് 5-ൽ നിന്നും 6-ലേക്ക് മാറുന്നു. ശനി 4-ൽ സ്ഥിതി തുടരുന്നു. രാഹു 3-ലും കേതു 9-ലും സ്ഥിതി തുടരുന്നു. അപ്പോൾ ഏപ്രിൽ മാസത്തിലെ പ്രത്യേകത എന്ന് പറയുമ്പോൾ ചൊവ്വയും ബുധനും 4-ലേക്ക് മാറുന്നു എന്നുള്ളതും, സൂര്യൻ 5-ൽ ഉച്ചസ്ഥിതനാകുന്നു എന്നുള്ളതും, ശുക്രൻ 6-ൽ സ്വക്ഷേത്രത്തിലേക്ക് വരുന്നു എന്നുള്ളതുമാണ് ഏപ്രിൽ മാസത്തെ ഗ്രഹസ്ഥിതിയുടെ പ്രത്യേകത. ഇപ്പം നമുക്ക് ഈ ഏപ്രിൽ മാസത്തെ ഗ്രഹസ്ഥിതി വച്ചിട്ട് എങ്ങനെയാണ് ഈ ധനുക്കൂറുകാർക്കും ധനു ലഗ്നക്കാർക്കും അവരുടെ പൊതുവായിട്ടുള്ള ആരോഗ്യസ്ഥിതി എന്ന് നോക്കാം. ആരോഗ്യസ്ഥിതി നോക്കുമ്പോൾ ജന്മലഗ്ന രാശ്യാധിപനായിട്ടുള്ള ഗുരു 7-ൽ സ്ഥിതി ചെയ്യുന്നുണ്ട്. അത് ജന്മരാശിയിൽ ആ ഗുരുവിൻ്റെ ദൃഷ്ടിയുണ്ട്. അപ്പോൾ നമുക്ക് ഈ ജന്മരാശ്യാധിപൻ ദൃഷ്ടി ചെയ്യുക എന്ന് പറയുമ്പോൾ സ്വാഭാവികമായിട്ടും ആരോഗ്യ പ്രശ്നങ്ങളിൽ നിന്നൊക്കെ സംരക്ഷണം കിട്ടാവുന്ന സമയമാണ്. പൊതുവേ നമുക്ക് നല്ല ഇമ്മ്യൂണിറ്റി ലെവലൊക്കെ ഉയരുന്ന സമയമാണ്. അതുപോലെ 6-ാം ഭാവാധിപനായിട്ടുള്ള ശുക്രൻ 5-ൽ നിൽക്കുന്നത് കൊണ്ട്, പ്രത്യേകിച്ച് 6-ാം ഭാവാധിപൻ 5-ൽ നിൽക്കുക എന്ന് പറയുമ്പോൾ സ്വാഭാവികമായിട്ട് നമുക്ക് സന്താനങ്ങളുടെ ആരോഗ്യകാര്യത്തിൽ ഒരു ശ്രദ്ധ വേണം. അതേസമയം 5-ാം ഭാവം എന്ന് പറയുന്നത് 6-ന്റെ 12-ാം ഭാവമാണ് എന്നുള്ളത് കൊണ്ട് ഈ ആരോഗ്യ പ്രശ്നങ്ങൾ എന്തെങ്കിലും ഉള്ളവർക്കും അത് കുറയുന്നതിനും അത് സഹായകമാകും എന്നും കൂടെ മനസ്സിലാക്കുക. 19 മുതൽ ഈ 6-ാം ഭാവാധിപനായ ശുക്രൻ 6-ൽ തന്നെ വരുന്നത് അത് നമുക്ക് ആരോഗ്യ പ്രശ്നങ്ങൾ ഉള്ളവർക്ക് അതിൽ നിന്ന് റിലീഫ്, അതിൽ നിന്ന് ആശ്വാസം ഉണ്ടാകുന്നതിന് അത് സഹായകമാകും. ശാരീരികമായിട്ടും ആരോഗ്യപരമായിട്ടും ഒക്കെ നമുക്ക് പൊതുവെ പ്രശ്നങ്ങളൊക്കെ കുറയുന്ന സമയമാണ്. അതേസമയം നമ്മൾ ഈ 4-ൽ സൂര്യനുണ്ട്, 4-ൽ ശനിയുണ്ട്, 4-ൽ ചൊവ്വയുണ്ട്. അത് നമ്മൾ കുടുംബത്തിൽ ഒരു സുഖക്കുറവ്, ഫാമിലി തലത്തിൽ എന്തെങ്കിലുമൊക്കെ ഡിസ്പ്യൂട്ട്, പാരൻസുമായിട്ട് തർക്കങ്ങൾ ഒക്കെ ഉണ്ടാകാൻ ആ 4-ലെ പ്രത്യേകിച്ച് സൂര്യൻ, ശനി, ചൊവ്വ ഇത് ശത്രുഗ്രഹങ്ങളാണ്. സൂര്യനും ശനിയും അതുപോലെ ശനിയും ചൊവ്വയൊക്കെ ശത്രുഗ്രഹങ്ങളാണ്. അത് പ്രത്യേകിച്ച് ഫാമിലി സ്ഥാനത്താണ് വരുന്നു എന്നുള്ളത് കൊണ്ട് കുടുംബത്തിൽ അഭിപ്രായ വ്യത്യാസം ഉണ്ടാകാതെ നോക്കണം. അത് മാനസികമായിട്ട് ചിലപ്പോൾ ചെറിയ ടെൻഷനൊക്കെ ഉണ്ടാകാം. അതുകൊണ്ട് ഫാമിലി ഡിസ്പ്യൂട്ട്സ് ഒഴിവാക്കാൻ സംസാരത്തിൽ വളരെ ശ്രദ്ധിക്കണം. മാതാവിന് എന്തെങ്കിലുമൊക്കെ ആരോഗ്യ പ്രശ്നങ്ങൾ ചിലപ്പോൾ ഉണ്ടാകാം. യാത്രകളിലും ഡ്രൈവിങ്ങിലും ഒക്കെ ശ്രദ്ധ കൊടുക്കേണ്ടുന്ന സമയമാണ്. കഴിവതും പ്രകോപനപരമായിട്ട് റിയാക്ട് ചെയ്യാതിരിക്കാൻ ഈ കൂറുകാർ ഈ മാസം ഏപ്രിൽ മാസത്തിൽ ശ്രദ്ധിക്കുക. ഇനി തൊഴിൽ സ്ഥിതി നോക്കുമ്പോൾ 10-ാം ഭാവാധിപൻ ബുധനാണ്. ആ ബുധൻ ഏപ്രിൽ 10 വരെ 3-ൽ സഞ്ചരിക്കുന്നു. അതിനുശേഷം 4-ലേക്ക് ആ ബുധൻ രാശി മാറുകയാണ്. 6-ാം ഭാവാധിപനായ ശുക്രൻ 18 വരെ 5-ലുണ്ട്. 10-ലാണെങ്കിൽ 10-ാം ഭാവാധിപനായിട്ടുള്ള ബുധൻ്റെ ദൃഷ്ടി ഏപ്രിൽ 11 മുതൽ ആ 10-ാം ഭാവത്തിൽ ഉച്ചദൃഷ്ടി വരുന്നുണ്ട്. 10-ൽ ശനിയുടെ ദൃഷ്ടിയുണ്ട്, സൂര്യൻ്റെ ദൃഷ്ടിയുണ്ട്, ചൊവ്വയുടെ ദൃഷ്ടിയുണ്ട്. അപ്പോൾ പൊതുവെ കരിയർ തലത്തിൽ ശ്രദ്ധ കൂടുന്ന സമയം എന്ന് പറയാം. 6-ാം ഭാവാധിപൻ 18 വരെ 5 നിൽക്കുന്നു. അത് 6-ന്റെ 12 അതും തൊഴിലിൽ ചിലപ്പോൾ മാറ്റങ്ങൾ ഉണ്ടാക്കാം. തൊഴിൽ മാറ്റങ്ങൾ ഉണ്ടാക്കുക എന്ന് പറയുമ്പോൾ തൊഴിലിൽ ഇപ്പോൾ നമ്മൾ സ്ഥാനചലനം, ഒരു സ്ഥലത്ത് നിന്ന് മറ്റൊരു സ്ഥലത്തേക്ക് ജോലി ചെയ്യേണ്ടുന്ന ഒരു സാധ്യതയൊക്കെ കാണിക്കുന്നുണ്ട്. അതുപോലെ 11 മുതൽ ഈ 10-ാം ഭാവാധിപനായിട്ടുള്ള ബുധൻ 4-ൽ നിന്ന് 10-ലേക്ക് ദൃഷ്ടി ചെയ്യുന്നുണ്ട്. അതും നമുക്ക് പ്രത്യേകിച്ച് അതുപോലെ ഏപ്രിൽ 14 മുതൽ ഭാഗ്യഭാവാധിപനായിട്ടുള്ള സൂര്യൻ
5 ഉച്ചരാശിയിലേക്കൊക്കെ വരുന്നുണ്ട്. അതൊക്കെ നമുക്ക് കരിയർ തലത്തിൽ ചില ഭാഗ്യാനുഭവങ്ങൾ ഉണ്ടാകും. ഇപ്പം സർക്കാർ തൊഴിലൊക്കെ തൊഴിൽ ചെയ്യുന്നവർക്ക് അതിൽ ഉയർച്ചയുണ്ടാകും. പ്രൊമോഷനൊക്കെ ആഗ്രഹിക്കുന്നവർക്ക് പ്രതീക്ഷിക്കാവുന്ന സമയമാണ്. ഉയർന്ന തൊഴിലൊക്കെ ആഗ്രഹിക്കുന്നവർക്ക് ആ സൂര്യൻ്റെ ഭാഗ്യഭാവാധിപനായ സൂര്യൻ 5 ഉച്ചരാശിയിൽ വരുന്നത് വളരെ ഗുണം ചെയ്യും എന്ന് തന്നെ പറയാം. അതുപോലെ ചിലർക്ക് ഈ വർക്ക് ഫ്രം ഹോം ബേസിസിലൊക്കെ വർക്ക് ചെയ്യുന്നതിനുള്ളൊരു ശ്രമമൊക്കെ ചിലപ്പോൾ ഉണ്ടാകും. ഇപ്പോൾ അവസാനത്തെ പകുതിയൊക്കെ ആകുമ്പോൾ ഈ സർവീസ് ഓറിയൻറ്റഡ് ആയിട്ടുള്ള വർക്ക് ചെയ്യുന്നവർക്ക് വലിയ നേട്ടങ്ങൾ പ്രതീക്ഷിക്കാം. പ്രത്യേകിച്ച് 6ാം ഭാവാധിപനായിട്ട് ശുക്രൻ 6ൽ തന്നെ ബലവാനായിട്ട് വരുന്നുണ്ട്. അത് പ്രത്യേകിച്ച് കോവർക്കേഴ്സുമായിട്ടൊക്കെ നല്ല ബന്ധമുണ്ടാകും. അതേസമയം ശനി ചൊവ്വ ഒക്കെ ദൃഷ്ടി 10ലുള്ള സമയമായതുകൊണ്ട് സൂര്യൻ്റെ ദൃഷ്ടിയും ആദ്യ പകുതി ആ 10ലുണ്ട്. അപ്പം നമ്മൾ ശനി സൂര്യൻ ശത്രുഗ്രഹങ്ങളാണ്, ചൊവ്വ ശനി ശത്രുഗ്രഹങ്ങളാണ്. അപ്പം ഇത്തരം ഗ്രഹങ്ങൾ ഈ 10ൽ ദൃഷ്ടി വരുമ്പോൾ നമുക്ക് അധികാരവും മറ്റു കാര്യങ്ങളൊക്കെ ഉണ്ടാകും. എങ്കിൽ തന്നെയും കഴിവതും നമ്മൾ മേലുദ്യോഗസ്ഥരുമായിട്ടൊക്കെ ഇൻ്ററാക്ട് ചെയ്യുമ്പോൾ വളരെ ശ്രദ്ധിക്കണം. അവരുമായിട്ട് അഭിപ്രായ വ്യത്യാസങ്ങൾ ഉണ്ടാകാൻ നോക്കണം. അതുപോലെ സർക്കാർ തൊഴിലൊക്കെ ആഗ്രഹിക്കുന്നവർക്ക് പ്രത്യേകിച്ച് ഏപ്രിൽ 14 മുതൽ ആ സൂര്യൻ ഉച്ചരാശിയിലൊക്കെ വരുന്നത് വളരെ ഗുണം ചെയ്യും. അതുപോലെ 10ാം ഭാവാധിപനായിട്ടുള്ള ബുധൻ 10ൽ തന്നെ ദൃഷ്ടി ചെയ്യുന്നതും തൊഴിലവസരങ്ങൾ ഉണ്ടാകുന്നതിന് സഹായകമാണ്. കോമ്പറ്റിറ്റീവ് തലത്തിലൊക്കെ പങ്കെടുക്കുന്നവർക്കൊക്കെ വളരെ അനുകൂല സമയമായിരിക്കും. പ്രത്യേകിച്ച് ആ സൂര്യൻ്റെയൊക്കെ ഉച്ചസ്ഥിതി വരുന്നതും അതുപോലെ അങ്ങനെയൊക്കെ 6ാം ഭാവാധിപൻ 6ൽ തന്നെയൊക്കെ വരുന്നതൊക്കെ നമുക്ക് വളരെ ഈസി ആയിട്ട് നമുക്ക് ടെസ്റ്റ് ഇൻ്റർവ്യൂകളിലൊക്കെ കടന്നു പോകുന്നതിനൊക്കെ അനുകൂലമായിട്ടുള്ള സമയമായിട്ട് കാണിക്കുന്നുണ്ട്. ഇനി ബിസിനസ്സുകാരെ സംബന്ധിച്ചിടത്തോളം 7ാം ഭാവാധിപൻ എന്ന് പറയുന്നത് ബുധനാണ്. ആ ബുധൻ ഏപ്രിൽ 10 വരെ 3ലാണ്, 7ൻ്റെ ഭാഗ്യസ്ഥാനത്താണ്. ആ ബുധൻ ഏപ്രിൽ 11 മുതൽ 4ലേക്ക് മാറുന്നുണ്ട്. 4ാം ഭാവാധിപനായിട്ടുള്ള ഗുരു 7 നിൽക്കുന്നുണ്ട്. ബുധനും ഗുരുവും ഒക്കെ രാശി പരിവർത്തനമുണ്ട്. ബുധന് നീചരാശി സ്ഥിതി വരുന്നു എങ്കിൽ തന്നെയും ആ നീചരാശ്യാധിപൻ 7 നിൽക്കുക വഴി നീചഭംഗം വരുന്നുണ്ട്. മാത്രമല്ല ബുധനും ഗുരുവനും രാശി പരിവർത്തന യോഗമുള്ള സമയം കൂടിയാണ്. അപ്പോൾ ബിസിനസ്സുകാർക്ക് പൊതുവെ ഗുണാനുഭവം പ്രതീക്ഷിക്കാവുന്ന സമയമാണ്. ഇപ്പോൾ ഈ ഓൺലൈൻ ബിസിനസ്സൊക്കെ അതുമായിട്ട് ബന്ധപ്പെട്ടൊക്കെ ബിസിനസ് നടത്തുന്നവർക്കൊക്കെ വലിയ നേട്ടങ്ങൾ പ്രതീക്ഷിക്കാവുന്ന സമയമാണ് ആദ്യ പകുതി. അതുപോലെ പാർട്ട്ണർഷിപ്പ് ബിസിനസ്സൊക്കെ പൊതുവെ സ്മൂത്താകും. പുതിയ കരാറുകളൊക്കെ കിട്ടുന്നതിന് എന്തെങ്കിലും തടസ്സം വന്നിട്ടുണ്ടെങ്കിൽ അവയൊക്കെ മാറിക്കിട്ടും. ബിസിനസ്സിലൊക്കെ കോമ്പറ്റീഷനൊക്കെ അതിജീവിക്കാനൊക്കെ കഴിയുന്ന സമയമാണ്. ഇപ്പോൾ 7ൽ കുജൻ്റെയൊക്കെ ദൃഷ്ടി ഉള്ളതിനാൽ ഈ പാർട്ട്നേഴ്സ് തമ്മിൽ അഭിപ്രായ വ്യത്യാസങ്ങൾ ഉണ്ടാകാതിരിക്കാൻ ശ്രദ്ധിക്കണം. ഇനി വിദ്യാർത്ഥികളെ സംബന്ധിച്ചിടത്തോളം വിദ്യാകാരകനായിട്ടുള്ള ബുധൻ 3ലും അതുപോലെ 4ലും ഒക്കെ സഞ്ചരിക്കുന്ന സമയമാണ്. 5ാം ഭാവാധിപനായിട്ടുള്ള ചൊവ്വ ഭാവത്തിൻ്റെ 12ലായതുകൊണ്ട് പഠനത്തിൽ ആദ്യ പകുതിയൊക്കെ ഒരു കെയർ വേണം. ബുധൻ 11 മുതൽ നീചരാശിയിലാണെങ്കിലും ആ ബുധന് നീചഭംഗമുണ്ട്. മാത്രമല്ല ബുധനും ഗുരുവും അവരുടെ രാശി, ബുധൻ ഗുരുവിൻ്റെ ക്ഷേത്രത്തിലും ഗുരു ബുധൻ്റെ ക്ഷേത്രത്തിലും രാശി മാറി നിൽക്കുന്നത് ഗുണം ചെയ്യും. പൊതുവെ ഏപ്രിൽ 14 മുതൽ ഭാഗ്യഭാവാധിപനായിട്ടുള്ള 9ാം ഭാവാധിപനായിട്ടുള്ള സൂര്യൻ 5ൽ ഉച്ചസ്ഥിതിയിൽ വരികയാണ്. അപ്പോൾ അതൊക്കെ നമുക്ക് പഠനത്തിൽ സഡൻ ഉയർച്ചയ്ക്കൊക്കെ അത് സഹായകമാണ്. ഹയർ സ്റ്റഡീസൊക്കെ നടത്തുന്നവരെ സംബന്ധിച്ചിടത്തോളം അവർക്ക് ചില ഭാഗ്യാനുഭവങ്ങൾ ഉണ്ടാകുന്ന സമയമാണ്. ഇപ്പോൾ ഉന്നത പഠനമൊക്കെ വിദേശത്തൊക്കെ ആഗ്രഹിക്കുന്നവർക്കും ഉന്നത പഠനത്തിന് അഡ്മിഷൻ ആഗ്രഹിക്കുന്നവർക്കൊക്കെ ആ സൂര്യൻ്റെ 5ാം ഭാവരാശിയിലെ ഉച്ചസ്ഥിതി എന്ന് പറയുന്നത് വലിയ നേട്ടങ്ങളുണ്ടാകും. അവരുടെ ആഗ്രഹങ്ങളൊക്കെ സഫലമാകും. വിദേശത്ത് ഉന്നത പഠനത്തിനും അനുകൂലമായിട്ടുള്ള സമയമായിരിക്കും. സർക്കാർ നടത്തുന്ന ഉന്നത പരീക്ഷകളിലൊക്കെ അപ്പിയർ ചെയ്യുന്നവർക്ക്, ഇപ്പോൾ എൻട്രൻസ് ടെസ്റ്റിലൊക്കെ പങ്കെടുക്കുന്നവർക്കൊക്കെ തന്നെ അവസാനത്തെ പകുതി ഗുണാനുഭവം കൂടുന്ന സമയമായിട്ട് കാണുന്നുണ്ട്. ഇനി ധനസ്ഥിതി ചിന്തിക്കുമ്പോൾ 2ാം ഭാവാധിപനായിട്ടുള്ള ശനി 4ലാണ്. 11ാം ഭാവാധിപനായ ശുക്രൻ 18 വരെ 5ലാണ്. ആ 11ൽ ശുക്രൻ്റെ ദൃഷ്ടിയൊക്കെ ഉണ്ട്. അപ്പോൾ സാമ്പത്തികമായിട്ട് ഗുണാനുഭവം ഉണ്ടാകുന്ന സമയമാണ്. സ്പെക്കുലേറ്റീവ് ബിസിനസ്, അതുപോലെ ഓഹരി വിപണികളിൽ നിന്നൊക്കെ നേട്ടങ്ങൾ പ്രതീക്ഷിക്കാം. അതുപോലെ ക്രിയേറ്റീവ് തലത്തിൽ വർക്ക് ചെയ്യുന്നവർക്ക്, കലാമേഖലകളിൽ വർക്ക് ചെയ്യുന്നവർക്കൊക്കെ സാമ്പത്തികമായിട്ട് നേട്ടങ്ങൾ ഉണ്ടാകുന്ന സമയമാണ്. ധനകാരകനായിട്ടുള്ള ഗുരു 11ൽ ദൃഷ്ടി ചെയ്യുന്ന സമയം കൂടിയാണ്. അപ്പോൾ ആ ഗുരുവും ഇഷ്ടസ്ഥാനത്ത് ദൃഷ്ടി ചെയ്യുന്നത് സാമ്പത്തികമായിട്ടുള്ള നേട്ടങ്ങൾ ഉണ്ടാകുന്നതിന് അത് വഴിതെളിക്കും. അപ്പോൾ നമുക്ക് പൊതുവേ നമ്മുടെ ആഗ്രഹങ്ങൾ നിവർത്തിക്കുന്നതിന് അനുസൃതമായിട്ടുള്ള സാമ്പത്തിക നേട്ടങ്ങൾ ഉണ്ടാകാവുന്ന സമയമാണ്. കടബാധ്യത കുറയ്ക്കുന്നതിനൊക്കെ കഴിയും. പ്രത്യേകിച്ച് 6ാം ഭാവാധിപനായ ശുക്രൻ 6ൽ തന്നെ വരുന്നത്
അതിന് അനുകൂലമായിട്ടുള്ളൊരു സ്ഥിതി ഉണ്ടാകും ഏപ്രിൽ 19 മുതൽ. അതേസമയം ഏപ്രിൽ 19 മുതൽ ശുക്രൻ 12 ദൃഷ്ടി വരുന്നു എന്നുള്ളത് കൊണ്ട് നമുക്ക് ചിലപ്പോൾ ഈ ചെറിയ സുഖച്ചെലവൊക്കെ കൂടാനൊക്കെ സാധ്യതയുണ്ട് അവസാനത്തെ പകുതി. ഇനി വിവാഹം, ദാമ്പത്യബന്ധം, കുടുംബജീവിതം എങ്ങനെയെന്ന് നോക്കാം. അപ്പോൾ 7ാം ഭാവാധിപനായിട്ടുള്ള ബുധൻ ആദ്യ 10 ദിവസം മൂന്നാം രാശിയിലും അതിനുശേഷം 4ാമത്തെ രാശിയിലേക്കും രാശി മാറുകയാണ്. ഇപ്പോൾ ജന്മലഗ്ന രാശാധിപൻ തന്നെ 7ൽ നിൽക്കുകയാണ്. അപ്പോൾ 7ാം ഭാവാധിപനും ജന്മലഗ്ന രാശിയാധിപനും രാശി പരിവർത്തനം ചെയ്ത് നിൽക്കുന്ന സമയവും കൂടിയാണ്. ആ ബുധ ഗുരു ഗ്രഹങ്ങൾക്കുള്ള രാശി പരിവർത്തനം എന്ന് പറയുന്നത് പൊതുവെ വിവാഹ ആലോചനകൾക്ക് അനുകൂല സമയം എന്ന് പറയാം. നല്ല ജീവിത പങ്കാളിയൊക്കെ കണ്ടെത്താനൊക്കെ കഴിയുന്ന സമയമാണ്. അവസാനത്തെ പകുതി ബുധൻ 4 ശനി കുജനുമായിട്ടൊക്കെ ബന്ധം വരുന്നുണ്ട്. അപ്പോൾ ആ കുജൻ 7 ദൃഷ്ടി ചെയ്യുന്ന സമയമാണ്. അപ്പോൾ നമുക്ക് ചിലപ്പോൾ കുടുംബത്തിൽ ചിലപ്പോൾ അഭിപ്രായ വ്യത്യാസങ്ങളൊക്കെ ഉണ്ടാകാം. ഈ ആലോചനകളെ ചൊല്ലി എന്തെങ്കിലുമൊക്കെ അഭിപ്രായ വ്യത്യാസങ്ങൾ ചിലപ്പോൾ ഉണ്ടായെന്ന് വരാം. 5 ശുക്രൻ പ്രണയ ചിന്തയൊക്കെ ഉണ്ടാക്കുന്ന സമയമാണ്. ശുക്രൻ ആദ്യത്തെ 18 ദിവസം 5 നിൽക്കുന്നു, അത് പ്രണയചിന്ത ഉണ്ടാക്കാം. അതേസമയം 5ാം ഭാവാധിപനായിട്ടുള്ള ചൊവ്വ 4 മാറുന്നു എന്നുള്ളത് കൊണ്ട് ആ ചൊവ്വയ്ക്ക് ശനി അതുപോലെ സൂര്യനുമായിട്ടൊക്കെ ബന്ധം വരുന്നു എന്നുള്ളത് കൊണ്ട് കമിതാക്കൾക്കിടയിൽ അല്പം അഗ്രസീവ് എനർജിയൊക്കെ കൂടാൻ സാധ്യതയുണ്ട്. ചെറിയ തെറ്റിദ്ധാരണകൾ, അത് മുഖാന്തരം ഉണ്ടാകുന്ന അഭിപ്രായ വ്യത്യാസങ്ങൾ ഒക്കെ സാധ്യതയുണ്ട്. അതുകൊണ്ട് കഴിവതും തർക്കങ്ങൾ ഉണ്ടാകാൻ സാധ്യതയുണ്ട് എന്നുള്ളത് കൊണ്ട് കമിതാക്കൾക്ക് ഒരു ശ്രദ്ധ വേണ്ടുന്ന സമയമാണ്. ദാമ്പത്യബന്ധം പൊതുവെ സന്തോഷകരമാകും. കാരണം ബുധൻ ഗുരു ഗ്രഹങ്ങളുടെ രാശി പരിവർത്തനം അതിന് സഹായകമാണ്. അതേസമയം കുജൻ്റെ ദൃഷ്ടി 7 സമയവും കൂടിയാണ് എന്നുള്ളതിനാൽ റിലേഷൻഷിപ്പിൽ ചെറിയ തർക്കങ്ങളൊക്കെ ഉണ്ടാകാം. അവിടെ നമ്മൾ കെയർ കൊടുക്കണം. 7 ഗുരുവിൻ്റെ സ്ഥിതി നമുക്ക് പ്രശ്നങ്ങൾ നിയന്ത്രിക്കാനൊക്കെ സഹായകമാകും. കുടുംബജീവിതത്തിലോട്ട് വരുമ്പോൾ 4 സൂര്യനും ശനിയും ചൊവ്വയൊക്കെ ഉള്ള സമയമാണ്. ഫാമിലി എൻവറോൺമെൻറ്റ് സുഖകരമാകണമെന്നില്ല. അപ്പം അവിടെ ഫാമിലി എൻവറോൺമെൻറ്റ് സുഖകരമാകണമെങ്കിൽ നമ്മൾ വാഗ്വാദങ്ങൾ അല്ലെങ്കിൽ അഗ്രസീവായിട്ടുള്ള ഇൻ്ററാക്ഷൻ ഇവയൊക്കെ നമ്മൾ ഒഴിവാക്കി തന്നെ പോകണം. പാരൻസുമായിട്ടുള്ള അഭിപ്രായ വ്യത്യാസങ്ങൾ, ബന്ധുക്കളുമായിട്ടുള്ള അഭിപ്രായ വ്യത്യാസങ്ങൾ ഇവയൊക്കെ തന്നെ കുടുംബജീവിതത്തിൽ അല്പസമാധാനക്കുറവുണ്ടാക്കാം എന്ന് അറിയുക. അത് മനസ്സിലാക്കി നമ്മൾ സംസാരത്തിലൊക്കെ ഒരു സംയമനം, അതുപോലെ തന്നെ അഗ്രസീവായിട്ടുള്ള റിയാക്ഷൻ ഒഴിവാക്കുക. അങ്ങനെയൊക്കെ പോകുന്നവർക്ക് ഗുണാനുഭവം ഉണ്ടാകും. അതേസമയം അഗ്രസീവായിട്ടുള്ള എനർജി 4 തമോ ഗ്രഹങ്ങളുടെയൊക്കെ സാന്നിധ്യം വരുമ്പോൾ പ്രത്യേകിച്ച് അത് പാരൻസിൻ്റെയൊക്കെ ചിലപ്പോൾ ആരോഗ്യ പ്രശ്നങ്ങൾക്ക് അത് ഇടയാക്കും. അതുകൊണ്ട് സംസാരത്തിൽ വളരെ ശ്രദ്ധിക്കുക. കുടുംബത്തിൽ ഡിസ്പ്യൂട്ട് ഉണ്ടാകാതിരിക്കാൻ ശ്രദ്ധിക്കുക. നമ്മൾ ഈ ഫാമിലി എൻവറോൺമെൻറ്റ് സുഖകരമാക്കുന്നതിന് കമ്മ്യൂണിക്കേഷനിൽ വളരെ ശ്രദ്ധ വേണ്ടുന്ന സമയമാണ്. ഏപ്രിൽ 6, 7, 20, 21, 24, 25 ഈ തീയതികൾ അനുകൂല ദിവസങ്ങളായിട്ട് കാണുന്നില്ല. അതുകൊണ്ട് ഈ ദിവസങ്ങളിൽ ശുഭകർമ്മങ്ങൾ, മംഗളകർമ്മങ്ങളൊക്കെ ഒഴിവാക്കണം. അതുപോലെ പുതിയ സംരംഭങ്ങൾ ഈ ദിവസങ്ങളിൽ തുടങ്ങാതിരിക്കാൻ ശ്രദ്ധിക്കുക. അതുപോലെ പ്രധാനപ്പെട്ട തീരുമാനങ്ങളും ഈ ദിവസങ്ങളിൽ എടുക്കാതിരിക്കാൻ ശ്രദ്ധിക്കുക. ഇവിടെ ഞാൻ പറഞ്ഞത് ധനു കൂറുകാരുടെയും ധനു ലഗ്നക്കാരുടെയും ഏപ്രിൽ മാസത്തെ ഗ്രഹസ്ഥിതി അനുസരിച്ചിട്ടുള്ള ഫലങ്ങളാണ്. ഇതൊരു പൊതുഫലമായിട്ട് വേണം കാണേണ്ടത്. ഈ പൊതുഫലത്തിൽ ഏറ്റക്കുറച്ചിലുകൾ വരാം. കാരണം ഒരേ നക്ഷത്രത്തിലുള്ള 10 പേരെടുത്തു കഴിഞ്ഞാൽ അവർക്ക് വ്യത്യസ്തമായിട്ടുള്ള ഫലങ്ങൾ വരുന്നുണ്ട്. അതിന് കാരണമെന്ന് പറയുന്നത് അവർക്ക് ഇപ്പം നടക്കുന്ന ദേശ അപകാരം, ഛിദ്രം ഇവയുടെ സ്വാധീനം കൊണ്ടാണ്. ഇപ്പം നടക്കുന്ന ദേശീയ അപകാരവും ഛിദ്രവും ഒക്കെ ജാതകത്തിൽ ഇഷ്ടസ്ഥാനത്ത് നിൽക്കുന്ന ഗ്രഹങ്ങളുടേതാണോ അല്ലയോ എന്നുള്ളതിനനുസരിച്ചായിരിക്കും ഈ പൊതുഫലത്തിൽ മാറ്റങ്ങൾ വരുന്നത്. ഇഷ്ടസ്ഥാനത്ത് നിൽക്കുന്ന ഗ്രഹങ്ങളുടെ ദേശാപകാര ഛിദ്രമൊക്കെ ആണെങ്കിൽ ഗുണാനുഭവം കൂടും, മറിച്ചായാൽ ഗുണാനുഭവം കുറയാനും സാധ്യതയുണ്ട്. മാത്രമല്ല ഞാനിവിടെ ധനുക്കൂറുകാരുടെയും ധനു ലഗ്നക്കാരുടെയും ഫലമാണ് പറഞ്ഞത്. ധനുക്കൂറിൽപ്പെടുന്നവർക്ക് ചിലർക്ക് മാത്രമേ ധനുലഗ്നം വരികയുള്ളൂ. മറ്റുള്ളവർക്ക് ലഗ്നരാശികൾ വ്യത്യാസമാകാം. അപ്പം ഈ ധനു ലഗ്നമല്ലാതെ മറ്റു ലഗ്നരാശികൾ വന്നിട്ടുള്ള ധനുക്കുറുകാരെ സംബന്ധിച്ചിടത്തോളം അവരുടെ ലഗ്നരാശി ഈ കുറിൻ്റെ ഇഷ്ടസ്ഥാനത്താണോ വന്നിരിക്കുന്നത്, അതുപോലെ അങ്ങനെ നമ്മൾ അവരുടെ ലഗ്നരാശി ഏതാണെന്ന് കണ്ട് ആ ലഗ്നരാശിയിൽ പറയുന്ന ഫലം, അതുമായിട്ട് ബന്ധപ്പെട്ട് പറയുന്ന ഫലം ഈ കുറിൻ്റെ ഫലത്തോടൊപ്പം കമ്പൈൻ ചെയ്ത് കേട്ടാൽ മാത്രമേ അവർക്ക് കറക്റ്റായിട്ട് ഏപ്രിൽ മാസത്തെ ഫലം പറയാൻ വ്യക്തമായിട്ട്
ചിത്രം അവർക്ക് കിട്ടുകയുള്ളൂ. നമ്മളിപ്പോൾ കൂറിൻ്റെ ഫലം പറയുമ്പോൾ ചിലപ്പോൾ കൂറിൻ്റെ ഫലം മാത്രം ശ്രദ്ധിക്കുന്നവർ ആ കൂറിൻ്റെ ഫലം പറയുമ്പോൾ ചിലപ്പോൾ എന്തെങ്കിലുമൊക്കെ ഗുണാനുഭവം കുറയുന്ന ഒരവസ്ഥ ചിലപ്പോൾ ആ കൂറിൻ്റെ ഫലത്തിൽ പറഞ്ഞിരിക്കാം. അതേസമയം ഈ കൂറിൽ പെടുന്ന നക്ഷത്രക്കാർക്ക് അവർക്ക് അവരുടെ ലഗ്നരാശി ധനലഗ്നമല്ലാതെ മറ്റു ലഗ്നരാശിയാണ് വന്നിട്ടുള്ളതെങ്കിൽ ആ ലഗ്നം ഈ കൂറിൻ്റെ ഇഷ്ടസ്ഥാനത്താണ് വന്നിട്ടുള്ളതെങ്കിൽ തീർച്ചയായിട്ടും ആ ലഗ്നരാശിയുമായിട്ട് ബന്ധപ്പെട്ട് പറയുന്ന ഫലം ചിലപ്പോൾ ഈ കൂറിൻ്റെ ഫലത്തെക്കാളും ഗുണാനുഭവം കൂടുന്ന ഫലമായിരിക്കും. അപ്പോൾ നമ്മൾ ആ കൂറിൻ്റെ ഫലത്തോടൊപ്പം ലഗ്നഫലവും കൂടെ കേൾക്കണം. അപ്പോൾ ലഗ്നം ഏതാണെന്ന് മനസ്സിലാക്കുക. കാരണം കൂറിൻ്റെ ഫലത്തേക്കാളും കൂടുതൽ കൃത്യത എന്ന് പറയുന്നത് ലഗ്നഫലത്തിനാണ്. അതുകൊണ്ട് ലഗ്നഫലവും കൂടെ ഇതിനോടൊപ്പം കേൾക്കാൻ ശ്രമിക്കുക. രണ്ടും കൂടെ കമ്പൈൻ ചെയ്ത് കേൾക്കുക. അതാണ് നമ്മൾ ഇതിൽ ശ്രദ്ധിക്കേണ്ടത്. ഈ വീഡിയോ ഇഷ്ടപ്പെട്ടുവെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. അതുപോലെ സബ്സ്ക്രൈബ് ചെയ്യാത്തവർ സബ്സ്ക്രൈബ് ചെയ്ത് കാണുക. മറ്റൊരു പുതിയ വിഷയമായി അടുത്ത വീഡിയോയിൽ കാണാം. നമസ്കാരം.